ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മിതികൾ പൊളിച്ചുമാറ്റും. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടി. കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 8 മസറുകളിൽ 2 എണ്ണത്തിന് മാത്രമേ കെയർടേക്കർമാരെ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇസ്ലാം മതവിശ്വാസികൾ പ്രാർത്ഥനയ്ക്കായി ഇത്തരം അനധികൃത നിർമ്മിതികളിൽ എത്താറുമുണ്ട്. വിവരങ്ങളുമായി ആദർശ് TS ചേരുകയാണ്. ആദർശ്, കൃത്യമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ സുപ്രീം കോടതി എടുത്തിരുന്നു. അതിന് പിന്നാലെ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടി വരുന്നു. എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? രാഗി, സർക്കാർ നേരത്തെ തന്നെ അനധികൃത നിർമ്മാണങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ സർവകലാശാലയിലുള്ള അനധികൃത നിർമ്മാണങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പൊളിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തത്. മദ്രസകളടക്കമുള്ള അനധികൃത നിർമ്മാണങ്ങൾ ഈ സർവകലാശാലയ്ക്കുള്ളിൽ ഉണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തർപ്രദേശ് സർക്കാരിന്റെ നടപടി. പോലീസ് സംരക്ഷണയിലായിരുന്നു സർക്കാർ നടപടികൾക്ക് തുടക്കമിട്ടത്. ഇപ്പോൾ 8 മസറുകൾ അത് അനധികൃത നിർമ്മാണം ആണ് എന്ന് സർക്കാർ കണ്ടെത്തുകയും അതനുസരിച്ചുള്ള നോട്ടീസുകൾ നൽകിക്കൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുകയുമാണ്. ഈ പൊളിച്ചുമാറ്റൽ നടപടികളൊക്കെ തന്നെ സുപ്രീം കോടതി നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ഈ 8 മസറുകളിൽ സർക്കാർ നോട്ടീസ് നൽകുകയും സർക്കാർ നടത്തിയ അന്വേഷണത്തിൽ 2 എണ്ണത്തിന് മാത്രമേ കെയർടേക്കർമാർ ഉള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. കാരണം ഈ മറ്റ് 6 എണ്ണം, ഈ 6 മസറുകൾ അത് ആരാണ് നിർമ്മിച്ചതെന്നോ അല്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം ഉള്ളത് എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തത വന്നതുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സർക്കാർ ഇത് പൊളിച്ചു മാറ്റിയേ തീരൂ എന്നുള്ള നടപടി സ്വീകരിക്കുന്നതും അതിനനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനമെടുക്കുകയും ചെയ്തത്. എന്തായാലും വലിയ പോലീസ് സന്നാഹമൊക്കെ ഒരുക്കിയിട്ടാകും ഇത് പൊളിച്ചു മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുക. രാഗി, ശരി ആദർശ, വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ലക്നൌവിലെ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ അനധികൃത നിർമ്മിതികളാണ് പൊളിച്ചുമാറ്റുന്നത്. അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചുമാറ്റണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ഇതനുസരിച്ച് ഉത്തർപ്രദേശ് സർക്കാർ കടുത്ത നടപടികളിലേക്ക് കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദർശ് TS ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്.